അപ്പൊ കഴിച്ച് നമ്മളിപ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾസ്, കൂടാതെ നല്ല മലകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് കുരങ്ങുകളെ കാണാൻ കഴിയും. ഇതവിടെ ഇതാ ഒരുപാട് കുരങ്ങുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇതാ സാംസു, നീ ഒന്ന് പിടിക്കണോ? പിടിക്കോ? എങ്ങനെ നമ്മളത് പിടിക്കും നിങ്ങ? അപ്പൊ എങ്ങനെയുണ്ട് ഈ അടിപൊളിയല്ലേ? എന്ത് ഈ ഒരു കാഴ്ചനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? രണ്ട് വാക്ക് നമ്മളെ നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. ഇങ്ങനത്തെ ഒരു സ്ഥലം എവിടെയും കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. നല്ലൊരു ജനങ്ങളൊരു ആകർഷിക്കുന്ന ഒരു ഇതാണ് ഈ ഘാട്ടി. നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ സുഹൃത്തുണ്ട് നബു എന്ന് പറയുന്ന രണ്ട് വാക്ക് ഇദ്ദേഹം പറയുന്നതായിരിക്കും. അതിമനോഹരമായ ഒരു ചാക്കിയാണിത്. ഇവിടേക്ക് എത്താൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഞങ്ങൾക്ക് കുറെ പാളവും തിരിയല്ല കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തേണ്ടത്. അത് നല്ല പാടുണ്ട്. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരിക, നല്ല മജാക്കിട്ട് പോവാ. അപ്പൊ നമ്മുടെ ക്യാമറാമാനോട് ഒരു രണ്ട് വാക്ക് കൂടി നമുക്ക് ഒന്ന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പറഞ്ഞോളി. വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല ഒരു വ്യൂ ഉള്ള ഒരു നല്ലൊരു സ്ഥലമാണ്. ഇവിടെ എല്ലാവരും വന്ന് കാണാം, നല്ല എൻജോയ് ചെയ്ത് പോകാം. നല്ലൊരു സ്ഥലമാണ്. ആരും ഇത് മിസ് ചെയ്യരുത്. താങ്ക് യു. അപ്പൊ ഗൈസ്, നമുക്ക് ഏകദേശം 100-200 കിലോമീറ്റർ ഞങ്ങൾ വന്ന സ്ഥലത്ത് നിന്ന് ആകുന്നുണ്ട്. പക്ഷെ എങ്കിലും അതൊരു നമുക്കൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. കാരണം ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. എത്ര ഉയരങ്ങളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. അതിമനോഹരമായിട്ടുള്ള പാറക്കെട്ടുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം നമുക്കിപ്പോ ഇവിടെ ചെലവഴിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ഒരുപാട് ദൂരം കൂടി നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അപ്പൊ നമ്മിപ്പോ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മുമ്പോട്ട് നീങ്ങാം. കാരണം ഇപ്പൊ നല്ലതുപോലെ മഴ ചാറ്റുന്ന സമയമാണിത്. ഡ്രസ്സൊക്കെ ഒന്ന് ചണ്ടിയായിട്ടുണ്ട് അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. അപ്പൊ സ്ഥലങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. അടിച്ചു ബാബാനെ അടിച്ചു കേറിയ ചെറിയൊരു ജംഗ്ഷനിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു ടൗൺ, അതിന് ചെറിയൊരു ജംഗ്ഷൻ ആയിട്ടുള്ള ഒരു ടൗണിലേക്ക് എത്തി. ഏതായാലും ഇപ്പൊ ഇവിടെ ചായ ഉണ്ടാവും. അപ്പൊ ചായ കഴിച്ച് ഇവിടെ ചായ കിട്ടും. ഏതായാലും നമ്മൾ ചായ കുടിക്കാം. ചായ കുടിക്കണം. എന്തേ ನನಗೆ ಸ್ಟ್ರಾಂಗ್ ಚಾ ಕೊರಲ್ಲ ಅಡ್ಡ ಹಾಡು ಗೈಸಿದವ್ರಿಗೆ ತುಳು അറിയൊന്നും നമുക്കറിയില്ല. ഞാൻ ನಮಸ್ತೆ. ಮತ್ತೆ ಏನು ಸೌಖ್ಯಂ? ನಾವೊಂದು ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ಮಾಡ್ತೇವೆ. ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ಉಂಟು ನಮಗೆ, ಆಗ ನಾವು ವಿಡಿಯೋ ಮಾಡ್ತೇವೆ. ಹೌದಾ? ಸ್ವಲ್ಪ ಸ್ವಲ್ಪ. ಎಂತ ಹೆಸರು? ಗೋಪಾಲ್. ಇವರು ಗೋಪಾಲ್ ಅಂತ ಹೆಸರು. ಒಳ್ಳೆ ಜನ. ಇದೊಂದು ಅಂಗಡಿ, ಚಾಯ್ ಅಂಗಡಿ ಅಲ್ವಾ? ಒಂದು ಎಲ್ಲ ಚಾಯ್ ಸ್ಟ್ರಾಂಗ್. ಯಾವ ಊರು? ഹലോ,
ಎಂತ ಹೆಸರಂತ ಹೇಳಿದ್ದು? ആ അപ്പൊ ഗൈസ് ഇത് ഒട്ടിക്കാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ഇവിടെ ഞങ്ങൾ ചായ ഷുഗർ ലെസ്, എക്സ്ക്യൂസ് മീ, ഷുഗർ ലെസ്, യെസ്. അതാ ഇവിടെ ചെറിയൊരു കോഴിക്കടയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല മഴ വന്നിട്ടുണ്ട് ഗൈസ്, നല്ല ചളി പിടിച്ചു, തണുപ്പ് പിടിച്ചു. ಅಣ್ಣ ಇದು ಚಿಕನ್ಗೆ ಎಷ್ಟುಂಟು? ಚಿಕನ್ ಕೆಜಿ. അപ്പൊ ഗൈസ് ഇപ്പൊ ഇവിടെ ചിക്കനെല്ലാം കുറച്ച് നമ്മളെ നാട് അപേക്ഷിച്ച് കുറച്ച് ജാസ്തിയാണ്. കിൽത്തിന് 220 ആണ് റേറ്റ്. ആ റേറ്റ് കുറച്ച് കൂടുതലാണ് ഇവിടെ. ഇതാ ഇവിടെ നമ്മളെ ഒരു സ്പെഷ്യൽ ഡോഗ്സ് ഉണ്ട്. ಹಾಯ್ ಬ್ರೋ, ಏನಿದು? ಏನು ಎಂತ ಇದು? ಅಂಗಡಿಯಾ? ಹೋಟೆಲಾ? ನಾನು ನೋಡ್ಲಿಲ್ಲ. ನಿಮಗೆ ಮಲಯಾಳ ಬರ್ತದಾ? ಅದಲ್ಲ, ಮಲಯಾಳ ಬರ್ತದಾ? ಹೌದಾ, ಮಲಯಾಳ ಒಳ್ಳೆ ಬರ್ತದಲ್ಲ. ಎಂತ ಹೆಸರು? ನಮ್ದು ರಾಜು ಅಂತ. ರಾಜು ಅಂತ. ಎಲ್ಲಿ ಮನೆ? ನಮ್ದು ಇಲ್ಲೇ 1 ಕಿಲೋಮೀಟರ್. 1 ಕಿಲೋಮೀಟರ್ ಉಂಟಲ್ಲ. ಮತ್ತೆ ನಾವು 2-3 ಜನ ಉಂಟು ನಮ್ಮ ದೋಸ್ತ. ಎಂತ ಹೆಸರಂತ? ನಮ್ದು ಅಂಜಾದ್ ಅಂತ. ಅಮ್ಜಾದ್. ಅಸ್ಸಲಾಂ ವಲೈಕುಂ. ಎಲ್ಲಿ ಮನೆ? ನಮ್ದು ಇದೇ ಊರು. ಇದೇವ್ರಾ? ಇದಕ್ಕೆ ಚಿಕನ್ಗೆಲ್ಲ ರೇಟ್ ಜಾಸ್ತಿಯಾ? ಚಿಕನ್ ಕಮ್ಮಿ ಆಗಿದೆ, ಫುಲ್ ಡೌನ್ ಈಗ. ಹೌದಾ? 200 ರೂಪಾಯಿ. ಹಾ ಇದಾ ಇವರುಂಟು ಹೋಟೆಲ್. ಇವರದ್ದು ಎಂತ ಹೆಸರು ಹೇಳಿ? ಎಂತ? ವೀರೇಂದ್ರ ರಾಗೋಡ್. ಹೌದು, ಇವ್ರದ್ದು ಯಾವ್ದು ಬಿಸ್ನೆಸ್ ಒಳ್ಳೆ ಆಗ್ತದಾ? How is it going your business today? Okay. ನಮ್ಗೆ ಇಲ್ಲಿ ಮಳೆ ಕಮ್ಮಿ ಆಗ್ಲಿಲ್ಲ. ಮಳೆ ಕಮ್ಮಿ ಆಗ್ಲಿಲ್ಲ. 2 ತಿಂಗಳಾಯ್ತು, ಸೂರ್ಯನೇ ನೋಡಿಲ್ಲ ನಾವು. ಹೌದಾ? 2 ತಿಂಗಳಿಂದ ಸೂರ್ಯ ನೋಡಿಲ್ಲ. ಈಗೆಲ್ಲ ಕುಳಿರ್ ಆಗ್ತದಲ್ಲ. ಹೌದೌದು. ಇದೇ ತರ ಆಗಿದೆ. ಮತ್ತೆ ಏನು ಸರ್ ನೀ ಅಂತ ಕೆಲಸ ಮಾಡೋದು? ನಮ್ದು ವಾಟ್ ಇಸ್ ಯುವರ್ ಪ್ರೊಫೆಷನ್? ಚಿಕನ್ ಶಾಪ್. ಚಿಕನ್ ಶಾಪ್. ಯುವರ್ ಶಾಪ್? ರೈಟ್ ಸೈಡ್. ಹೌ ಮಚ್ ಕಿಲೋಗ್ರಾಮ್? 1000 grams to 200 rupees. 1 kg. 1 kg 200 ರೂಪಾಯಿ ಆಗಿದೆ. 220 200 20 ಇಲ್ಲ 200. അപ്പൊ ഗൈസ് ഇപ്പൊ ഇവിടെ കോഴിക്കല്ല ഇപ്പൊ പറഞ്ഞില്ലേ, ഇത് കോഴി ഷോപ്പിന്റെ ഉടമസ്ഥനാണ് ഇത് ഈ കാണുന്നത്. അപ്പൊ 220 റുപ്യാണ് ഇപ്പൊ ഇവിടെ റേറ്റ് ഉള്ളത്. ഇദ്ദേഹത്തിന് മലയാളം അറിയോ? അറിയാ, കുറച്ച് അറിയൂ. നല്ല നല്ല ಫ್ರೆಂಡ್ಸ್ಮಾರಾണ് ഇവിടെ ഉള്ളത്. ಒಳ್ಳೆ ಜನರು ಇಲ್ಲಿ ಇದ್ದಾರೆ, ಎಲ್ಲ ಟೈಮ್ ಪಾಸ್ ಆಗಿದ್ದಾರೆ. ಅದು ನಲ್ಲದು. ಯಾವ್ದು ಇಲ್ಲಿ ನಾವು ಕರ್ನಾಟಕ ಅಲ್ಲಿ ಒಳ್ಳೆ ಜನರು, ಇಲ್ಲ ಬ್ಯಾಂಗ್ಳೂರು ಒಳ್ಳೆ ಜನರು. ಎಲ್ಲವರೊಂದು ಲೈಕ್ ಮಾಡ್ಲಿಕ್ಕೆಲ್ಲ ಹೇಳಿ, ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡ್ಲಿಕ್ಕೆ ಚಾನಲ್ ಅವರಂತುಂಟು ಒಳ್ಳೆ ಜನ ನೋಡಿ, ಹುಷಾರುಂಟು ಅವರು ನೋಡಿ. ಆಯ್ತಾ, സബ്സ്ക്രൈബ് എല്ലാം ಮಾಡ್ಲಿಕ್ಕೆ ಹೇಳಿ ആയിട്ടാ. അപ്പൊ ഗൈസ് അപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ വീഡിയോ ഇപ്പൊ ഇവിടെ നിർത്തുന്നു. പിന്നീടുള്ള വീഡിയോ ഞാൻ ചെയ്യും ഞാൻ. അപ്പൊ ഗൈസ് ഇതപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചായ കുടിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പൊ ഷംസു ചായ കുടിക്കുന്നുണ്ട്, മറ്റേ 2 സുഹൃത്തുക്കളും ചായ കുടിക്കുന്നുണ്ട്. എന്താ, ഞാൻ ചായ കുടിച്ചിട്ടായി. ഇപ്പൊ ഏതായാലും ഞങ്ങളിപ്പോ ചായ കുടിച്ചിട്ട് പിന്നെ ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ്യണം. ಏನಣ್ಣ ಇದು? ಕೊಟ್ಟಿಯಾರ. ನಾ ಹೇಳಿದ್ರ ಮೊದಲ. ಇದರಲ್ಲಿ ಇಂಥ ಪೇಟೆಗೆ ಹೆಸರು ಕೊಟ್ಟಿಯಾರ ಅಂತ. ಹೌದು, ನನಗೆ ಗೊತ್ತಾಯ್ತು. ಸೆಂಟ್ರು. ಹೌದಾ? ಧರ್ಮಸ್ಥಳ ಇದು ಲೆಫ್ಟ್ ಅಲ್ಲಿ ಯಾವುದು? ವಾರ್ನರ್. ಹೌದಾ? ಧರ್ಮಸ್ಥಳ ದೊಡ್ಡ ಟೆಂಪಲ್ ಉಂಟಲ್ಲ? ಹೌದು, ನನಗೆ ಗೊತ್ತುಂಟು. ಹೌದಾ? ഞാൻ ಸಣ್ಣ ಅಲ್ಲಿ ಹೋಗ್ತದೆ. അപ്പൊ ഗൈസ് ഞങ്ങൾ ചായ കുടിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഹോട്ടലിൽ ചായ കുടിച്ച് നല്ല എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ ഇതാക്കിട്ട് പോകുന്നുണ്ട്. എന്താ ಹೆಸರನ್ನ ഹോട്ടൽ? കൊട്ടിക്കാർ അല്ല, ഹോട്ടൽ ಹೆಸರೆಂತ? ಒಂದು ನಿಮಿಷ. 2 നിർത്തുന്നില്ല, 2 മണിക്കൂർ 3 ದಿನ ಮುನ್ನೆತ್ತಾನೆ. പിന്നെന്താ തെങ്ങ് ഈ മഞ്ഞെങ്കില ഭയങ്കര. ಇದು ಹೋಟೆಲ್ ಕೃಪಾ ಅಂತ ಇದು ಹೆಸರು. ಬರ್ಲಿಕ್ಕೆ ಚಾಯ್ ಕುಡ್ಲಿಕ್ಕೆ ಒಳ್ಳೆ ಆಗ್ತದೆ. ಈಗ ಇದು ಪ್ರಮೋಷನ್ ಯಾರು ಪಟ್ಟಣ ಈ ಮನೆ. അപ്പൊ നമ്മ പോവാ. ഇതാ മഴക്കാലല്ലേ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ യാത്ര തിരിക്കുന്നുണ്ട്. ഞാനിപ്പോ കുറച്ചും കൂടി ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ കയറുന്നുണ്ട്.
ಯಾವ್ದು ಅಣ್ಣ ಇಲ್ಲಿ എന്റെ ഫോൺ ಅಪ್ಪ ಹೋಗ್ತೇನೆ ಈಗ ಕನ್ನಡ. ಬರ್ತೀನಿ. ಥ್ಯಾಂಕ್ ಯು. അപ്പോൾ ഗൈസ് മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ജാവക്കല്ല് ദർഗൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. പിന്നെ കുറച്ചും കൂടി യാത്ര ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കുറച്ചും കൂടി യാത്ര ചെയ്തെങ്കിൽ നമുക്ക് ജാവക്കല്ലിലേക്ക് എത്തും. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ ജാവക്കല്ല് ദർഗൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പുറത്താണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അകത്തേക്ക് ഇപ്പോൾ കയറിയിട്ടില്ല. അപ്പോൾ ഈ രാത്രി വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ദർഗൻ്റെ വീഡിയോ നാളെ രാവിലെ ചെയ്യാം.